Hey all, day 1 of an informative video. ആക്ച്വലി എന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേറ്റീവ് അക്കൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടെക് ചാനലോ അല്ല. ബട്ട് എനിക്ക് ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പലർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു മൈ ചാനൽ. ആക്ച്വലി ഞാൻ ഇവിടെ സൗദിയിൽ വന്നിട്ട് ഏകദേശം 4 months ആയി. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു പുതിയ കൺട്രി അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കമ്പനിയിൽ കയറുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ബാങ്ക് അക്കൗണ്ട് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുന്നതും ക്രെഡിറ്റ് ആവുന്നതും എല്ലാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ സൗദിയിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. നമുക്കിവിടെ പോപ്പുലറായ ബാങ്കുകൾ SNB, അൽറാജ് ഇങ്ങനത്തെ പല ബാങ്കുകളുണ്ട്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം ആപ്പ് സ്റ്റോറിലും അതേപോലെ പ്ലേ സ്റ്റോറിലും എല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് അത് ത്രൂ ഈസി ആയിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 15 to 20 minutes നമുക്ക് 1-2 IVR കോൾസ് അതേപോലെ 1-2 OTPസിലൂടെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റഡ് ആയി. ബട്ട് നമുക്കൊരു ATM കാർഡ് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാസ്ബുക്ക് വേണം. ഇതിനൊക്കെ നമുക്ക് സെൽഫ് സർവീസ് മെഷീൻസ് ഉണ്ട് ഇവിടെ, അത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് ഈസി ആയിട്ട് നമുക്ക് പോയി അത് പ്രിന്റ് ഔട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഞാൻ രാത്രിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ നെക്സ്റ്റ് ഡേ പോയി ഒരു ATM കാർഡ് പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ATM കാർഡ് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. കാരണം ഞാൻ ATM കാർഡ് പ്രിന്റ് ചെയ്യുന്ന സമയങ്ങളിൽ അറ്റ് ദ എൻഡ്, അതായത് കാർഡിന്റെ ഒരു ഡെമോ നമുക്ക് വരും. ആ ഡെമോ വരുന്നിടം വരെ എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്ക്രീൻ ഔട്ടായി പോവാണ്. 1 time അങ്ങനെ ചെയ്തു, 2nd time അങ്ങനെ ചെയ്തു. ഞാനൊരു 5 minutes വെയിറ്റ് ചെയ്ത് ഒന്നും കൂടെ ചെയ്ത് നോക്കി. ഇപ്പം മനസ്സിലായി അക്കൗണ്ടിൽ ഇഷ്യൂ ഉണ്ട്. ഞാൻ നേരെ അവിടുത്തെ ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവിനെ കണ്ട് ആളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ഓഫീസർ എന്ത് ചെയ്തു, എന്നോട് പറഞ്ഞു നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷനിൽ നമുക്ക് ബയോമെട്രിക്സും അതേപോലെ തന്നെ സിഗ്നേച്ചർ നമുക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ATM കാർഡ് പ്രിന്റ് ചെയ്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു, അവരെനിക്ക് 2 പേപ്പർ തന്നു. ഒന്നാമത്തെന്ന് വെച്ചാൽ നമുക്കൊരു ഡിക്ലറേഷനാണ്, അതായത് ATM കാർഡ് കിട്ടാനുള്ള ഒരു ഡിക്ലറേഷനും അതിന്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇക്കാമ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നമുക്ക് അതിനെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് 2 കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു ബയോമെട്രിക്സും കൂടെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പം ഇപ്പോൾ എല്ലാം ഭയങ്കര എൻക്രിപ്റ്റഡ് ആയത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും നമ്മൾക്ക് ഒരു ATM കാർഡ് പ്രിന്റ് ചെയ്യണമെങ്കിലും അതിന് കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചിലർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവും. നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നിരവധി വീഡിയോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ATM കാർഡ് പ്രിന്റ് ചെയ്യുന്നതുമായിട്ട് അത് കാണാം. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സിറ്റുവേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് വെറിയൊന്നും ആവണ്ട. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ATM കാർഡ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ പ്രൂഫ് എടുക്കുക. 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഒരു വീഡിയോ പ്രൂഫ് എടുക്കുക, അവിടെ കൊണ്ടുപോയി കാണിക്കുക, അവിടുത്തെ ഓഫീസറെ കാണിക്കുക. എനിക്ക് തോന്നുന്നു ഈ സെൽഫ് സർവീസ് മെഷീൻസ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചുകളിലായിരിക്കും. ബ്രാഞ്ചുകൾ ബാക്കിയുള്ള നമുക്ക് ATM കൗണ്ടേഴ്സ് നമുക്ക് എല്ലായിടത്തും കാണാം. ബട്ട് ഈ ഒരു മെഷീൻ ഉള്ളത് ഒരു ബ്രാഞ്ചിലായിരിക്കും. അപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവിനെ കണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവർ ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പം പോപ്പുലർലി ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എനിക്ക് അതിനുശേഷം ഞാൻ നേരെ കൗണ്ടറിൽ പോയി എനിക്ക് ATM കാർഡ് പ്രിന്റ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വെറി ആവുക വേണ്ട, ഡയറക്റ്റ് അവിടുത്തെ ഒരാളെ മീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ATM കാർഡ് പ്രിന്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബാങ്കിന്റെ സെൽഫ് സർവീസ് മെഷീൻ. ഇതിനകത്ത് നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ്, ഇമെയിൽ അപ്ഡേറ്റ്, ഡോക്യുമെന്റ് പ്രിന്റിംഗ്, അതേപോലെ കാർഡ് പ്രിന്റിംഗ്. അപ്പോൾ നമുക്ക് കാർഡ് പ്രിന്റിംഗ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രിഫറബിൾ ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്, വിത്ത് ഇക്കാമ ഓർ റെഫറൻസ് നമ്പർ. നമ്മളപ്പോൾ റെഫറൻസ് നമ്പർ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ബാങ്കിൽ നമ്മുടെ ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ നമ്മുടെ ബയോമെട്രിക് ശേഷം നമുക്കൊരു 6 digit നമ്പർ SMS നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ 6 digit നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കത് വെരിഫൈ ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും ഉള്ള 2 seconds ശേഷം നമുക്ക് OTP വരുന്നതാണ്. ആ 4 digit OTP നമ്മൾ സെലക്ട് ചെയ്തതിന് ഒരു 5 secondsനപ്പുറം നമുക്ക് ഇവിടെ നെയിം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചോദിക്കുകയാണ്. നമുക്ക് ഏത് നെയിമാണ് ATM കാർഡിലേക്ക് വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ 4 ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു കാർഡിന്റെ ഡെമോൺസ്ട്രേഷൻ വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 0 ഫീ എന്ന് കാണിക്കുന്നത് ഫസ്റ്റ് കാർഡ് നമുക്ക് 0 ഫ്രീ ആയിരിക്കും. അതിനുശേഷം നമ്മൾ കാർഡിന് ചാർജബിൾ ആണ്. നിയർലി 35 റിയാലിന് അടുത്ത് നമുക്ക് ചാർജ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 4 digit നമ്പർ സെറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ ആ ATM കാർഡ് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ പിന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് ടൈം ആയിട്ട് നമ്മൾ ആ പിന്ന് റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് കാർഡ് റെഡിയാണെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ കാർഡ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നിയർ ബൈ ATMs ഉണ്ട്. നമ്മൾ ATMൽ പോകുന്നു, അവിടെ കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത ഡിജിറ്റ് നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു ബാലൻസ് എൻക്വയറി കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കാർഡ് ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മുടെ ബാലൻസ് എത്രയാണെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരോടും ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ, ടാറ്റാ.